ഗുൽബർഗയിൽ നിന്നും ഔറംഗാബാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ മുൻപിലൂടെയാണ് സഞ്ചാരം. അതിരാവിലെ തന്നെ യാത്ര തിരിച്ചിരുന്നു. കുട്ടികൾക്ക് വിശന്നു തുടങ്ങിയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് തോന്നി. ധ്യാനിന് വേണ്ടിയുള്ള പുഴുങ്ങിയ പഴം കയ്യിൽ കരുതിയിരുന്നു. ഗ്രാമങ്ങളിലൂടെ പോയപ്പോൾ കണ്ടതാണ് ഈ കട. അവിടെ പോഹ മാത്രമേ ഉള്ളൂ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ അത് പ്രഭാത ഭക്ഷണമായി കഴിക്കാമെന്ന് കരുതി. വളരെ നല്ല ഭക്ഷണമായിരുന്നു. എല്ലാവരും നല്ലതുപോലെ കഴിക്കുകയും ചെയ്തു. യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. പല വിധത്തിലുള്ള കാഴ്ചകൾ. ഉൾഗ്രാമങ്ങളിലൂടെ തുടർന്ന യാത്രയ്ക്കിടയിൽ കുറച്ച് കുട്ടികളെ കണ്ടു. അതൊരു സ്കൂളാണെന്ന് മനസ്സിലായി. എല്ലാവരും വലിയ ഉത്സാഹത്തിലാണ്. സന്തോഷത്തോടു കൂടി കളിക്കുകയാണ്. ഇവിടെ സ്കൂൾ വെക്കേഷനൊന്നും തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. മഹാരാഷ്ട്ര ബോർഡർ എത്തിയതും പോലീസ് ചെക്കിംഗ് തുടങ്ങി. വളരെ മാന്യമായിട്ടാണ് എല്ലാ പോലീസുകാരും നമ്മളോട് ഇടപെട്ടിരുന്നത്. ഏകദേശം 3 മണിയോടുകൂടി ഔറംഗാബാദിൽ എത്താമെന്നാണ് കരുതുന്നത്. അങ്ങനെ എത്തിയാൽ കാണാനുള്ള കുറച്ച് സ്ഥലങ്ങളെല്ലാം നോക്കി വച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതുന്നത് ബീവി കാ മക്ബാര എന്ന ലൊക്കേഷൻ തന്നെയാണ്. യാത്രക്കിടയിൽ കോട്ടകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. കോട്ടകളുടെ വലിപ്പവും ഘടനയുമെല്ലാം തന്നെ വളരെയധികം ആശ്ചര്യമുളവാക്കിയിരുന്നു. നമ്മുടെ നാട്ടിലൊന്നും ഇത്തരത്തിലുള്ള കോട്ടകൾ സർവ്വസാധാരണമായി കാണാറില്ലല്ലോ. മഹാരാഷ്ട്രയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ആൾക്കൂട്ടം ശ്രദ്ധയിൽപ്പെട്ടത്. ദൂരെ നിന്ന് തന്നെ അതൊരു വിവാഹാഘോഷമാണെന്ന് മനസ്സിലായിരുന്നു. ഇവരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും എല്ലാം തന്നെ കൗതുകമുളവാക്കിയിരുന്നു. നല്ല ചൂടാണിവിടെ. എന്തെങ്കിലും കുടിക്കാമെന്ന് കരുതിയാണ് ഇവിടെ വണ്ടി നിർത്തിയത്. ഏപ്രിൽ പകുതിയായതേയുള്ളൂ. 40 ഡിഗ്രിയിലേറെ ചൂടുണ്ട് ഇവിടെ. ഇവിടെ ഒരു ചേച്ചി കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ സംവിധാനങ്ങളെല്ലാം കുറച്ചു നേരം വീക്ഷിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നേരം അവിടെയെല്ലാം ചിലവഴിച്ചു. കരിമ്പിൻ ജ്യൂസ് എല്ലാം കുടിച്ച് ഈ ബ്രേക്കൊക്കെ എടുത്ത് പിന്നീട് യാത്ര തുടങ്ങി നമ്മൾ. ഈ ഹൈവേകളെ മനോഹരമാക്കുന്നത് ഈ ബോഗൻവില്ല പൂക്കളാണെന്ന് തോന്നി.
എത്ര മനോഹരമായാണ് ഇത് ഈ ഹൈവേയെ അലങ്കരിക്കുന്നത്. പിന്നീടും പോലീസ് ചെക്കിംഗ് നേരിടേണ്ടി വന്നു. പോലീസുകാരൻ എവിടേക്കാണ് ഈ സഞ്ചാരമെന്ന് ചോദിച്ചു. ഇന്ത്യ മൊത്തം ഒന്ന് കറങ്ങാനിറങ്ങിയതാണെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷവാനായതുപോലെ തോന്നി. പിന്നീട് ഞങ്ങളെ അവിടെ നിന്നും യാത്രയാക്കി. ഉച്ചയായപ്പോൾ മഹാരാഷ്ട്രയിലുള്ള ഈ ധാബയിലെത്തി. ഇവിടുത്തെ ചുറ്റുപാടുകൾ കണ്ടപ്പോൾ ഭക്ഷണം കഴിക്കേണ്ടതുണ്ടോ എന്ന് തോന്നിയെങ്കിലും വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് ഇവിടുന്ന് തന്നെയാക്കാം ഭക്ഷണം എന്ന് വിചാരിച്ചു. ഏത് നാട്ടിലെത്തിയാലും അവിടുത്തെ ഭക്ഷണം തന്നെ കഴിക്കണമെന്നത് ഞങ്ങൾക്ക് കുറച്ച് നിർബന്ധമുള്ള കാര്യമാണ്. ഓരോ ദേശത്തിനും അതിൻ്റേതായ രുചിയും മണവും ഉണ്ടെന്നാണ് പറയുന്നത്. അത് മനസ്സിലാക്കുക കൂടി ചെയ്യണമല്ലോ. ഇത് ആ ധാബയുടെ പുറത്ത് കണ്ട ദൃശ്യമാണ്. പാലുകൊണ്ടുള്ള എന്തോ ഒരു വിഭവമാണിത്. കലാകാണ്ട് എന്നാണത്രേ ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഒരു ചെറിയ പോർഷനും വാങ്ങി ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു. യാത്രക്കിടയിൽ കുട്ടികളുമായി തർക്കത്തിലേർപ്പെടുകയാണ്. എല്ലാവരും അവരവരുടെ അറിവുകൾ ആധികാരികമായി തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് ഭൂമിയുടെ മട്ടും ഭാവവും ഒന്ന് മാറിയതുപോലെ തോന്നി. എങ്ങും വലിയ മരങ്ങളും ഉരുണ്ട പാറകളും മാത്രം. വരണ്ട ഈ ഭൂമിക്കിടയിലൂടെ പോകുമ്പോൾ ഈ പാറകൾക്ക് വല്ലാത്തൊരു സൗന്ദര്യമുണ്ടെന്ന് തോന്നി. ഈ ടോൾ പ്ലാസയുടെ അവിടെ എത്തിയപ്പോൾ ഫാസ്ടാഗ് ഒന്ന് ചതിച്ചു. ഇടയ്ക്കിടെ ഈ അനുഭവങ്ങൾ ഞങ്ങൾക്ക് പതിവുള്ളതാണ്. ഔറംഗാബാദ് എത്തിത്തുടങ്ങി. ഔറംഗാബാദ് എന്ന ബോർഡുകൾ പലയിടത്തും നശിപ്പിച്ചതായി കാണാം. ഈ ഇടം ഇപ്പോൾ ഛത്രപതി ശിവാജി നഗറാണ്. ഒരു പകൽ മുഴുവനും നീണ്ടുനിന്ന യാത്ര കുറച്ചു ക്ഷീണമുണ്ടാക്കി. മേക്ക് മൈ ട്രിപ്പിലൂടെ റൂം ബുക്ക് ചെയ്തു. ഏകദേശം 2200 രൂപയാണ് ഈ റൂമിന് ആയത്. പിന്നീട് അവിടെ തന്നെ സ്വിഗ്ഗിയിൽ നിന്നും ഭക്ഷണവും ഓർഡർ ചെയ്തു. ഇന്നത്തെ രാത്രി ഇവിടെ കൂടാം.